ഹായ്. അപ്പോൾ ഇന്ന് ആദ്യം ഒരു കഥ പറഞ്ഞിട്ട് അതിൻ്റെ ഫോളോ അപ്പിനെ പറ്റി സംസാരിക്കാം. കഥ വളരെ സിമ്പിളാണ്. ഒരു ഡിസൈപ്പിൾ, അതായത് ഒരു ഭക്തൻ പതഞ്ജലിയോട് ചോദിക്കുകയുണ്ടായി, എൻലൈറ്റ്മെൻറ്റ്, അതായത് ബോധോദയം നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണെന്ന്. വളരെ ശാന്തനായി കണ്ണ് തുറന്നിട്ട് പതഞ്ജലി അയാളെ നോക്കിയിട്ട് പറഞ്ഞു, എൻലൈറ്റ്മെൻറ്റ് നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി, എൻലൈറ്റ്മെൻറ്റ് നേടാൻ, അതായത് ബോധോദയം നേടാൻ നമ്മളെങ്ങും പോവേണ്ടതില്ല എന്ന് മനസ്സിലാക്കുകയാണ്, അഥവാ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഇത് കേട്ട് ആ ഒരു ഡിസേബിളിനൊന്നും മനസ്സിലായില്ല. അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എങ്ങും പോകേണ്ട, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻലൈറ്റ്മെൻറ്റ് സംഭവിക്കൂ? അപ്പോൾ പതഞ്ജലി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ കടൽ സ്വയം തിരയാണെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു. അതായത് തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിര ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ തിര കടലിൽ നിന്ന് വിഭിന്നമാണോ? ഒരിക്കലും അല്ല. ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഈ കടൽ തന്നെയാണ് തിരയായിട്ട് കുറച്ച് നേരത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കടലിൻ്റെ യഥാർത്ഥ ഭാവവും രൂപവും തിര മറന്നുപോയാൽ ഞാൻ കടലാണെന്ന് തന്നെ ചിലപ്പോൾ തിര മറന്നു പോകും. അതാണ് താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പതഞ്ജലി ആ ഭക്തനോട് പറഞ്ഞത്. ഇത് കേട്ടിട്ട് ആ ഭക്തന് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പതഞ്ജലി പറഞ്ഞു, നീ നിൻ്റെ ഉള്ളിലെ ആ ഒരു സാക്ഷിയാണ്, ആ ഒരു വിറ്റ്നസ്സാണ്. ഇവിടെ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല നീ. ഈ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നീയെന്ന് നീ വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിൻ്റെ ഉള്ളിൽ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് നീ നീ അതാണെന്ന് നീ തിരിച്ചറിയാത്തതും നീ അതാവാൻ വേണ്ടി കഷ്ടപ്പെടുന്നതും. ശരിക്കും നീ എപ്പോഴും അത് തന്നെയാണ്. ഈ അത് എന്ന് പറയുന്നത് ഏതാണെന്നൊരു സംശയം ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അത് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സാക്ഷിയെയാണ്, ആ ഒരു വിറ്റ്നസ്സിനെ, ആ ഒന്ന് എല്ലാത്തിനെയും മനസ്സിലാക്കുന്ന, എല്ലാത്തിനെയും കാണുന്ന, ആ ഒരു എല്ലാത്തിനെയും അറിയുന്ന ബോധത്തിനെ, പ്യുവർ കോൺഷ്യസ്നസ്, ശുദ്ധമായ ബോധം എന്ന് നമ്മൾ പറയുന്ന കൺസെപ്റ്റ്. ഇത്രയും പറഞ്ഞിട്ടും ആ ഭക്തന് സംശയം തീർന്നില്ല. അപ്പം ആ ഭക്തനോട് പതഞ്ജലി പറഞ്ഞു, നീ ഇപ്പം എന്നോട് ചോദിക്കുന്നത് നിനക്കൊരു മെത്തേഡ് വേണം, ഒരു വഴി, അല്ലെങ്കിൽ ഒരു ഉപാധി, ഒരു അഭ്യാസം വേണം, അത് ചെയ്ത് ഇതിലേക്കാവാൻ. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത്, ഞാൻ നിനക്കൊരു കണ്ണാടി കാണിച്ചു തരാണോ ചെയ്യുന്നത്, നീ നിന്നിലേക്ക് തന്നെ നോക്കാൻ വേണ്ടി. കാരണം നീ നിന്നിലേക്ക് നോക്കിയാൽ, നീയായിരുന്നാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ സിമിലർ ചോദ്യത്തിന് ഉത്തരം രമണ മഹർഷിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് വന്ന് ഞാൻ ബോധോദയം നേടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവരോടെല്ലാം അദ്ദേഹം പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ടതില്ല, ചുമ്മാ ഇരു എന്നാണ് പറഞ്ഞത്. നീ അതാണ്, നീ ഇപ്പോൾ തന്നെ അതാണ്. പിന്നെ നീ എന്തിനാണ് തേടി പോകുന്നത്? നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മളോട് പറയുന്നത് നമ്മൾ ബോധോദയം നേടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതല്ല, നീ മറ്റെന്തോ ആണ്, അല്ലെങ്കിൽ മറ്റെന്തോ ആവണം, എവിടെയോ എത്തിക്കഴിഞ്ഞാൽ ഇതാവാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു പറച്ചിലിൻ്റെ ആവശ്യമില്ല. ശരിക്കും നീ എപ്പോഴും അതാണ്. നിൻ്റെ ഗുരുവിൻ്റെ വാക്ക് വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് അതായിരുന്നാൽ മതി. പിന്നെ ഒരു അഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഈ അഭ്യാസങ്ങളെല്ലാം നമ്മുടെ മനസ്സ് നമുക്കുണ്ടാക്കി തരുന്ന തെറ്റിദ്ധാരണകൾ മായ്ക്കാൻ വേണ്ടിയാണ്. വെള്ളം ഉപയോഗിച്ച് അഴുക്കായ കൈ നമ്മൾ കഴുകുമ്പോൾ അഴുക്ക് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്, പക്ഷേ കൈ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അഴുക്ക് കൊണ്ട് നമ്മൾ കൈയിലെ അഴുക്കുകൾ വെള്ളം കൊണ്ട് കഴുകിക്കളയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, അഴുക്ക് മാറിക്കഴിയുമ്പോഴാണ് കൈ നമ്മൾ കാണുന്നത്. അതിനർത്ഥം കൈ നേരത്തെ അവിടെ ഇല്ലായിരുന്നു എന്നാണോ? ഒരിക്കലുമല്ല. കൈ നേരത്തെ ഉണ്ടായിരുന്നാലും ഫുള്ള് ചെളിയായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അഴുക്ക് കഴുകിക്കളയാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ധ്യാനം. ഈ ഒഴുകിപ്പോകുന്ന ഈ അഴുക്ക് അല്ലെങ്കിൽ ചെളിയാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഇൻറ്റേർണൽ എൻറ്റിറ്റി ആയിട്ടിരിക്കുന്ന ഞാനെന്ന് പറയുന്ന ഭാവം. എപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന അവയർനെസ്സാണ് ശുദ്ധമായ ബോധം. ഈ കൈയുടെ അനോളജി വെച്ച് തന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. ഈ കൈ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്ന പോലെ എപ്പോഴും ഈ ശുദ്ധമായ ബോധം അവിടെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് തോട്ടുകൾ, ഈ കടലിൽ തിര ഇങ്ങനെ പൊങ്ങി താഴുന്ന പോലെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ പൊങ്ങി താഴെയാണ്. അപ്പോൾ ഈ ചിന്തകളാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരേക്ക് വലിച്ചഴിക്കുന്നത് ഈ ചിന്തകളാണ്. ഈ ചിന്തകളിൽ പെട്ടുപോകാതെ നമുക്ക് ഞാനായി തന്നെ ഇരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന എൻറ്റിറ്റിയിൽ ഹോൾഡ് ഓൺ ചെയ്യുക, അതിന് മൂവ് ചെയ്യാനുള്ളൊരു ചാൻസ് കൊടുക്കാതിരിക്കുക. അതായത് ഈ മൂവ്മെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം. ഇവിടെ നിന്ന് വേറെ എവിടെയോ എത്തുമ്പോൾ നമ്മൾ എന്തോ ആവുന്നൊരു ചിന്തയും
ഈ ഒരു മൂമെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ ഈ ചിന്ത തന്നെ ഒരു മൂമെൻ്റാണ്. ചിന്തയാണ് സമയം. ഈ ചിന്തയിലൊരു മൂവ്മെൻറ്റ് സംഭവിക്കുകയാണ്. ചിന്തയിലെ ഈ മൂവ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ സമയമാണ്. ഈ ടൈം എന്ന് പറയുന്ന തോട്ട് തന്നെയാണ്. ഇത് ജിതു കൃഷ്ണമൂർത്തിയും പറഞ്ഞ് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. മനസ്സിൻ്റെ ഓരോ മൂവ്മെൻറ്റ് ആണ് സമയം ക്രിയേറ്റ് ചെയ്തത്. അതായത് സൈക്കോളജിക്കൽ ടൈമിനെ പറ്റിയാണ് പറയുന്നത്. ഈ സൈക്കോളജിക്കൽ ടൈം, സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മനസ്സിൻ്റെ ഒരു ചലനമാണ്. ഈ മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുന്നതിനെയാണ് ബുദ്ധൻ പോലും നിർവ്വാണം എന്ന് പറഞ്ഞത്. അതായത് നിർവ്വാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മൂവ്മെൻറ്റ്. അത് ഉദ്ദേശിക്കുന്ന മനസ്സിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ നിങ്ങളുടെ ആ ഒരു അവയർനെസ്സിൽ നിന്നാണ് ഈ മൂവ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മൂവ്മെൻറ്റിൽ തന്നെ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ മൂവ്മെൻറ്റിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര തന്നെയാണ്. ആ മൂവ്മെൻറ്റിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെയാണ്. അത്രേ ഉള്ളൂ. പതഞ്ജലിയും പറയാൻ ശ്രമിച്ചത് ഇതാണ്, രമണ മഹർഷിയും പറഞ്ഞത് ഇതാണ്, ബുദ്ധനും പറഞ്ഞത് ഇതാണ്. പക്ഷേ ഇനിയും എത്ര ആയിരം ആളുകൾ പറഞ്ഞാലാണ് നമ്മളിത് കേൾക്കാൻ തയ്യാറാവുക? എത്രയാണ് ഇത് കേട്ടാൽ 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 നമ്മുടെ സംശയം തീരും? സംശയം ഒരിക്കലും തീരില്ല. കാരണം സംശയിക്കുന്നത് മനസ്സാണ്. മനസ്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നോളജിന്. കാരണം സംശയിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ മനസ്സിന് സമാധാനവും സന്തോഷവും എക്സിസ്റ്റൻസും ഉണ്ടായിരിക്കുകയുള്ളൂ. സ്വയം നിലനിൽക്കാൻ വേണ്ടിയാണ് മനസ്സ് സംശയിക്കുന്നത്. ഓരോ അഭ്യാസങ്ങളും ഓരോ മറ്റു പല വിദ്യകളൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ചുമ്മാ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് നിലനിൽപ്പില്ല. മനസ്സ് നിലനിൽക്കുന്നിടത്തോളം കാലം ബോധത്തെ അറിയാനും സാധിക്കില്ല. സോ ആ മനസ്സിനങ്ങ് വിട്ടയക്കുക. മനസ്സിൻ്റെ സംശയങ്ങളെയും നെട്ടോട്ടങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഹോൾ അറിയായിരിക്കുമല്ലോ, ബ്ലാക്ക് ഹോളിനകത്തേക്ക് ഒബ്ജക്ട്സ് വാരി ഇടുന്ന പോലെയാണ്. അതെല്ലാം അതിനകത്തേക്ക് വീണ് മാഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. എത്ര കോടാനുകോടി വർഷം കോടാനുകോടി സാധനങ്ങൾ ഇട്ടാലും അത് നിറയത്തുമില്ല. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് എ ലൂപ്പ്. സോ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക. താങ്ക് യു. ബൈ ബൈ.